2 Corinthians chapter 10 10-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. ആത്മീകരോട് പറയാം, ജഡത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുന്ന എല്ലാ പോരാട്ടത്തെയും തിരിച്ച് ജഡത്തിൽ പോരാടരുത്. കാരണം ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ. നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി ആര് കെട്ടിപ്പൊക്കിയ കോട്ടയും ഞങ്ങളുടെ ആരാധനയിൽ ഇടിയും. ആലയത്തിന്റെ പണിയെ തടസ്സം ചെയ്ത കോട്ടയെ പരിശുദ്ധാത്മാവ് യോജിക്കുന്നു. സെരൂബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരാടാ? നീ സമഭൂമിയാകും. കാരണം സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, എൻ്റെ ആത്മാവിനാൽ. എവിടൊക്കെയോ തകർന്നു വീഴുന്ന ശബ്ദം ഞാൻ കേൾക്കുകയാ. നിന്റെ കുടുംബത്തിനകത്ത് കണ്ണെത്താത്ത ദൂരത്ത് കെട്ടിപ്പൊക്കി ഒരു നന്മയും നിന്റെ വീട്ടിൽ കയറാതെ, നിന്റെ കുഞ്ഞിനൊരു അഭിവൃദ്ധി വരാതെ അവർ കെട്ടിപ്പൊക്കിയ പടുകൂറ്റൻ കോട്ടകൾ നിന്റെ ആർപ്പുവിളിയുടെ മുമ്പിൽ യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞതുപോലെ വീഴുന്ന കാഴ്ച. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾ ജഡപ്രകാരം എന്ത് ചെയ്യുന്നില്ല, പോരാടുന്നില്ല. കാരണം ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡികമല്ല. പിന്നെ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ. ദൈവസന്നിധിയിലാണ് ഇതിന്റെ ശക്തി. മിണ്ടുന്നില്ല. ഏതു ദുർമന്ത്രവാദി നിനക്ക് മുമ്പിൽ കോട്ട കെട്ടിയാലും അത് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയിൽ ഇടിയും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിച്ചു പറയുക, ചിലതൊക്കെ ഇടിയുന്ന സെക്ഷനായത്, ചില പടുകൂറ്റൻ കോട്ടകൾ. ഇനി അടുത്തോടെ കേട്ടെ, ഞാൻ പറയട്ടെ. എങ്ങനെ കോട്ട ഇടിയുന്ന കേട്ടോണം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും. അവിടെ നിർത്തി. ഏത് വിചാരത്തെ? ക്രിസ്തുവിനോടുള്ള ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നത്. ഏതു വിചാരത്തെ, ഏത് ചിന്തയെ ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം. നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ചിന്തകളെ പിടിച്ചടക്കണം. നിന്റെ മനസ്സിനെ പിടിച്ചടക്കണം. ദാവീദ് പറയാ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. അതിന്റെ കാരണം എന്താ? യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഇനി ദൂത് അവസാനിക്കുന്നതിന് ആത്മാവിൽ ഞാൻ പറയാം, നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ആ ചിന്താ മംഗലകളെ ഇന്ന് പിടിച്ചടക്കണം. ഏത് വിചാരത്തെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. സ്തോത്രം. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഒരു ഏകാഗ്രത നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വെള്ളം തള്ളിപ്പോരുന്ന പോലെ തടസ്സങ്ങളെ തള്ളി മറിച്ചോണ്ടൊരു ദൈവപ്രവൃത്തി നിന്റെ വീട്ടിൽ വരാൻ പോവുക. ഏകാഗ്രത വിടരുത്. ഇതിനകത്തുനിന്ന് പ്രാർത്ഥനയിൽ പോരാടുന്ന എപ്പപ്രസുമാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാ. പ്രാർത്ഥനയിൽ പോരാടുന്ന ചില എപ്പപ്രസുമാർ എഴുന്നേൽക്കാൻ പോകുന്നു. ചില വീട്ടുപേരിന്റെ മുമ്പിൽ നിന്ന് ഇരുട്ട് മാറിപ്പോകുന്നു. ചില ശരീരത്തിൽ നിന്ന് അലർജി മാറിപ്പോകുന്നു. ചില മരണക്കെട്ടുകൾ, മരണദൂതന്റെ ശക്തികൾ, സംഹാര ശക്തികൾ. ബൈബിളിൽ നിന്ന് രണ്ടാമത്തെ യാക്കോബിന്റെ ലേഖനം 5:15 വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? എല്ലാറ്റിനും പ്രാർത്ഥിക്കണം. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടേ? വിശ്വാസത്തോടെ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിനക്കത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നീ പ്രാർത്ഥിച്ച കാര്യം നിന്റെ വീട്ടിൽ നിൽക്കുന്നത് കാണണം. അകന്നു പോയ ബന്ധം നിന്റെ കയ്യെ പിടിക്കുന്നത് കാണണം. ചെതറിപ്പോയത് കൂട്ടി യോജിക്കുന്നത് കാണണം. അതാണ് പ്രാർത്ഥനയുടെ പവർ. സ്തോത്രം.